ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് 2 ടയറുള്ള ഒരു സീ കേക്കാണ്. ഒരുപാട് ഡിസൈനും ഡെക്കറേഷനും ഒന്നും ഇല്ല കേട്ടോ. സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു കേക്കാണ്. ഫോണ്ടൻറ്റ് ഫുള്ള് കവർ ചെയ്തിട്ട് ചെയ്യാനാണ് കരുതിയത്, പക്ഷേ ഞാൻ ഫുള്ളായിട്ട് ഫോണ്ടൻറ്റ് അല്ല കവർ ചെയ്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫോണ്ടൻറ്റ് വെച്ചിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളുമാണ് ഞാൻ കാണിക്കുന്നത്. ഫുള്ള് റെസിപ്പിയും കാണിക്കുന്നുണ്ട്, ഫോണ്ടൻറ്റ് ഉണ്ടാക്കിയത് മുതൽ എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 250 ml ഒരു കപ്പാണ്. അതിന് ഞാനൊരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ 240 ml ആണെങ്കിൽ അതിൽ തന്നെ അളന്നെടുത്തോളൂ കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 2.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത്രയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതായത് നമ്മുടെ ബേക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് ഒരു 3/4 കപ്പ് ബട്ടറും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. തണുപ്പുള്ള ബട്ടർ ആണെങ്കിൽ നന്നായിട്ട് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ച് കംപ്ലീറ്റ് തണുപ്പ് ആറിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾ ബട്ടർ എത്രത്തോളം ബീറ്റ് ചെയ്യുന്നു അത്രത്തോളം നന്നായിട്ട് കിട്ടും നമ്മുടെ കേക്ക്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നമ്മളിപ്പോൾ പഞ്ചസാര ഇതിൽ കുറച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പ് അത്രത്തോളം ഇതിൽ ചേർക്കണം, എന്നാലേ മധുരം കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് 1.5 കപ്പിന് വരെ 2 കപ്പ് വരെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1.5 കപ്പ് അങ്ങ് ചേർത്തൂന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് ഷുഗർ സിറപ്പ് കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ 2 കപ്പ് നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മുട്ടയാണ് ചേർക്കുന്നത്. മുട്ട നമുക്ക് ഓരോന്നായിട്ട് വേണം ചേർത്ത് കൊടുക്കാം. 4 മുട്ട 1/1 ആയിട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് നേരം ഇട്ട് ബീറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ 4 മുട്ട ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 2-2.5 ടീസ്പൂൺ അളവിൽ വരെ വാനില എസൻസ് ചേർക്കാം. ഞാൻ ബഷിൻ്റെ വാനില എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നല്ല ഫ്ലേവറാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വാനില എസൻസ് ആണിത്. നമുക്ക് സാധാരണ ഒരു ചെറിയ കുപ്പിയിൽ വരുന്നുണ്ട് വാനില എസൻസ്, ഭയങ്കര ഡാർക്ക് കളറായിട്ട്. അതാണെങ്കിൽ ഇത്രയും യൂസ് ചെയ്യരുത്, എനിക്കത് അത്ര ഇഷ്ടമില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അത് ഭയങ്കര ഫ്ലേവറാണ്, അതുകൊണ്ടാണ് എനിക്ക് അത്ര അത് ഇഷ്ടമില്ലാത്തത്. ഇതാകുമ്പോൾ ഒരു ലൈറ്റ് കളറുമാണ്, ലൈറ്റ് ഫ്ലേവറുമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു എസൻസ്. അപ്പോൾ ഇനി നമുക്ക് പകുതി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് ബട്ടർ മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. ബട്ടർ മിൽക്ക് എന്ന് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. 1 കപ്പ് തണുപ്പില്ലാത്ത പാലെടുക്കുക, അതിൽ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് നേരത്തെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അതാണ് ബട്ടർ മിൽക്ക്. അപ്പോൾ നമുക്ക് കുറേശ്ശെ ബട്ടർ മിൽക്കും അതുപോലെ നമ്മൾ എടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് മുഴുവനായിട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ഒരുപാട് ടൈം ബീറ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ബീറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നമുക്ക് കേക്ക് പല വിധത്തിൽ ഉണ്ടാക്കിയെടുക്കാം, പല മെത്തേഡ് ഉണ്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊരു മെത്തേഡ് മാത്രമാണ് ഇത്. അപ്പോൾ നമ്മളിപ്പം മൈദ ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1-2 ഡ്രോപ്സ് ഗ്രീൻ, അതായത് ഫോറസ്റ്റ് ഗ്രീനാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ആ കളർ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു പ്രത്യേക കളറാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചാണ്, അതിലും കേക്ക് ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഇനി ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കണം. ഒരെണ്ണം ഞാൻ ഓവനിലും ഒരെണ്ണം ഓവൻ ഇല്ലാതെയും വെക്കുകയാണ്. ഓവൻ ഇല്ലാതെ നല്ലപോലെ പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 35-40 മിനിറ്റോളം ബേക്ക് ചെയ്യാം കേട്ടോ. ഓവനിലാണെങ്കിൽ 165 ഡിഗ്രിയിൽ ഒരു 40 അല്ലെങ്കിൽ ഒരു 50 മിനിറ്റോളം എടുക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫോണ്ടൻറ്റ് റെഡിയാക്കുകയാണ്. ഫോണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു 5 കപ്പ് ഐസിങ് ഷുഗർ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കി വന്ന ഐസിങ് ഷുഗർ ഞാനൊരു സൈഡിലേക്ക് മാറ്റിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐസിങ് ഷുഗർ നിങ്ങൾ എത്രത്തോളം ഫൈനായിട്ട് പൊടിക്കാൻ പറ്റുന്നുവോ അത്രത്തോളം ഫൈനായിട്ട് തന്നെ പൊടിച്ച് ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണ്ടൻറ്റ് നന്നായിട്ട് കിട്ടത്തില്ല. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. നന്നായിട്ട് പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തരിയൊന്നും ഇല്ലാതെ പൊടിച്ചെടുത്ത് വേണം നിങ്ങൾ ഫോണ്ടൻറ്റ് റെഡിയാക്കാൻ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്.
അപ്പോൾ അതേ 5 കപ്പ് ഐസിങ് ഷുഗറിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഇനി കോൺ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കോൺ സിറപ്പ് ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണ്. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ കോൺ സിറപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ സമയം എടുക്കും, അതുണ്ടാക്കി പിന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണം. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒഴിച്ചെടുക്കാമല്ലോ, ആ ഒരു ഇതുകൊണ്ട് മേടിച്ചതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 മുട്ടയുടെ വെള്ള ചേർക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വാനില എസൻസ് ചേർത്തത്. 2 മുട്ടയുടെ വെള്ള 1/1 ആയിട്ട് ചേർക്കുക, എല്ലാം കൂടി ചേർക്കണ്ട. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, രണ്ടാമത്തെ മുട്ടയുടെ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു 3/4 ഭാഗം ഒഴിച്ചിട്ട് കുറച്ച് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. കാരണം മുട്ടയുടെ അളവ് ചിലപ്പം വലുതായിരിക്കും, ചിലപ്പം ചെറുതായിരിക്കാം. അപ്പോൾ അതനുസരിച്ചിട്ട് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളിങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി ഒന്ന് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കോൺ സിറപ്പ് ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്, കുറച്ച് ലൂസായി പോയി. ഇതിപ്പോൾ ഇനിയും ഐസിങ് ഷുഗർ ചേർത്താലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും കരുതണ്ട, നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ കുഴച്ചെടുക്കുന്നു എന്ന് കരുതിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ വരുന്നത്. ഇപ്പം നന്നായിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഐസിങ് ഷുഗറൊക്കെ ചേർത്ത് കുറച്ചുകൂടി ഒന്ന് കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് റെഡിയാക്കുന്ന സമയത്ത് ഓരോ ഷേപ്സ് ഒക്കെ റെഡിയാക്കുന്ന സമയത്ത് ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഐസിങ് ഷുഗർ ചേർത്ത് ഒന്ന് കട്ടിയാക്കാം. അഥവാ കട്ടിയായി പോവുകയാണെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്പ് കയ്യിൽ വെള്ളം എടുത്തിട്ട് ഇതിലൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്ന് ലൂസായിട്ട് കിട്ടും. ഇത് ഡ്രൈ ആയി പോകും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോഴും നമ്മൾ കുറച്ച് ഒരു ഡ്രോപ്പ് 1-2 ഡ്രോപ്പ് വെള്ളം എടുത്ത് ഒന്ന് ലൂസാക്കിയാൽ പ്രശ്നം മാറുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിങ്ങനെ കളറൊക്കെ ചേർക്കുന്ന സമയത്ത് ലൂസ് ആവുകയാണെങ്കിൽ കുറച്ചുകൂടി ഐസിങ് ഷുഗർ ചേർത്ത് കട്ടിയാക്കി എടുക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇത് ഇതുപോലുള്ള ഷേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കോൺഫ്ലോർ ഇതിനുള്ളിലേക്ക് ഇട്ടിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുകയാണ്. എന്നാലേ നമുക്ക് ഇതിൽ നിന്ന് ഇത് വിട്ട് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് വെള്ള കളറിൽ ഫോണ്ടൻ്റ് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കോൺഫ്ലോർ ഇട്ടിട്ട് വേണം പരത്തിയെടുക്കാൻ. എന്നിട്ട് നമുക്ക് കുറച്ച് ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ. മെല്ലെ മെല്ലെ വേണം പ്രസ് ചെയ്യാൻ. ഞാൻ കട്ടിക്കല്ല, കട്ടിയില്ലാതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. മെല്ലെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ആ ഒരു ഷേപ്പിലോട്ട് മാറ്റിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ഈ എഡ്ജസ് ഒക്കെ ഉണ്ടല്ലോ, ഈ എഡ്ജ് നമുക്ക് ഇതുപോലെ ഒന്ന് വിട്ടങ്ങ് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ അങ്ങ് വിട്ടങ്ങ് കൊടുത്താൽ മതി. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഇതുപോലെ വിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടും. ഒരുപാട് ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി, അതിങ്ങ് വീണോളും. കണ്ടോ, ഇതുപോലെ ഓരോ ഷേപ്സ് ഉണ്ടാക്കി വെക്കാം. ഇത് കുറച്ച് നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ പൊക്കിയെടുത്ത് കേക്കിലൊക്കെ വെക്കാം. ഇതുപോലെ തന്നെ കുറേ ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓറഞ്ച് കളർ ചേർത്തതാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്ത് കട്ട് ചെയ്തിട്ട് അതും ഒരു ഡിസൈൻ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് കളറിലെ ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ ഇട്ടിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് പോവും. അപ്പോൾ കോൺഫ്ലോർ ഇട്ടിട്ട് 2 സൈഡിൽ ഇട്ടിട്ട് ഇതുപോലെ പരത്തുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. ആ ഒരു ഡിഫറെൻ്റ് ആണ്. ഇനി ഞാൻ നമ്മുടെ മെർമെയ്ഡിൻ്റെ ടെയിൽ ഉണ്ടല്ലോ, അത് ഞാൻ മേടിച്ചതാണ്. അത് വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഡിസൈനായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതിൽ കളർ ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്.
അപ്പോൾ എന്തായാലും നമ്മുടെ ഡിസൈൻസ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിൽ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ മാത്രം മതി. ഇത് കുറേ നേരം വെക്കുകയാണ്. ഞാനിപ്പോൾ രാത്രി ഇത് ചെയ്തങ്ങ് വെക്കും. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കും. പിന്നെ കേക്കൊക്കെ റെഡിയായി അതൊരു സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഞാൻ ഈ ഒരു ക്രീമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ക്രീം. ഞാനൊരു 3 കപ്പ് വിപ്പിംഗ് ക്രീം, നല്ല തണുപ്പ് വേണം ക്രീമിന്, എന്നാലേ നല്ല സ്റ്റിഫായിട്ട് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ കിട്ടത്തുള്ളൂ. അപ്പോൾ 3 കപ്പ് വിപ്പിംഗ് ക്രീം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്യും. കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്യും. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഐസിങ് ഷുഗർ ചേർത്തിട്ട് വീണ്ടും ഒരു 5-6 മിനിറ്റോളം ബീറ്റ് ചെയ്യുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഫോറസ്റ്റ് ഗ്രീൻ കളർ വീണ്ടും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ജസ്റ്റ് ഇതിലൊന്ന് കളർ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ നമുക്ക് എടുത്താൽ മതി. പിന്നെ ഞാൻ കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ കേക്ക് കട്ട് ചെയ്തൊക്കെ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത് ഞാൻ നേരെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. 1 കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ചൂടാറിയ സമയത്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണ് നമ്മളിതിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലെയർ വിപ്പിംഗ് ക്രീം വെക്കാം. എന്നിട്ട് ഫുള്ള് നമുക്ക് കേക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കാം. അപ്പോൾ എന്തായാലും സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാൻ ഈ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ഫിഷ് എല്ലാം ഒരു പ്ലേറ്റ്, ഞാൻ 2 പ്ലേറ്റിലായിട്ടാണ് ഇതെല്ലാം ചെയ്ത് വെച്ചത്. ഒരു പ്ലേറ്റ് എൻ്റെ കയ്യിൽ നിന്നും വഴുതി തറയിൽ വീണു, എല്ലാം പൊട്ടിപ്പോയി. ഒരുപാട് പാടുപെട്ട് ചെയ്ത് കേട്ടോ. അത്ര സിമ്പിളൊന്നും അല്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഫോണ്ടൻറ്റ് ഇതിനുള്ളിൽ വെച്ചിട്ട് അത് വരാൻ ഇച്ചിരി പാടായിരുന്നു. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഒരു പ്ലേറ്റ് അങ്ങ് പൊട്ടിപ്പോയി. നല്ല വിഷമമായി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഉള്ളതൊക്കെ വെച്ചിട്ട് ഒരു പ്ലേറ്റിൽ ഇരുന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നെയിം എഴുതാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ഗ്ലേസിലേക്ക് ഓറഞ്ച് കളർ ചേർത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് എഴുതാം. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ബിസ്ക്കറ്റ് പൊടിച്ചതാണ് കേട്ടോ ഇട്ടേക്കുന്നത്. മണലിൻ്റെ ആ ഒരു ഇതൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റ്, കുറച്ച് ബിസ്ക്കറ്റ് മതി, ഒരു 5-6 ബിസ്ക്കറ്റ് എടുത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് സൈഡിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ്. അത്ര ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ.
കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കൂടുതലായിട്ട് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടരെ ചെയ്യാം കേട്ടോ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മടിക്കാതെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ പറ്റുന്നവർ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ഐക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ വീഡിയോ കാണാനും പറ്റും. എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.